ലോകകപ്പിൽ വൈറലായി നോർവേ ആരാധകരുടെ വൈക്കിംഗ് റോ ആഘോഷം. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നോർവീജിയൻ ആരാധകർ വൈക്കിംഗ് റോ ആഘോഷമാക്കി മാറ്റിയത്. നോർവേ എർലിംഗ് ഹാളൻഡിന്റെ ഗോളുകൾ കൊണ്ട് മാത്രമല്ല, ആരാധകരുടെ വ്യത്യസ്തമായ ആഘോഷരീതി കൊണ്ടും വൈക്കിംഗ് റോ ശ്രദ്ധ നേടുകയാണ്. നോർവീജിയൻ സ്റ്റേഡിയങ്ങളിലും നഗരവീഥികളിലും ആരാധകരുടെ വൈക്കിംഗ് റോ ആഘോഷം. ആരാധകർ തോളോട് തോൾ ചേർന്ന് നീണ്ട നിരകളായി വൈക്കിംഗ് കപ്പൽ തുഴയുന്നതുപോലെ കൈകൾ ഒരേ താളത്തിൽ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്ന ആഘോഷരീതി സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ആഘോഷത്തിനൊപ്പം കയ്യടിയും ഡ്രം താളങ്ങളും ഉയരുന്നതോടെ ആഘോഷം ആവേശകരമാകും. സെനഗലിനെ 3-2 തോൽപ്പിച്ച് 1998 ശേഷം ആദ്യമായാണ് നോർവേ പുരുഷ ടീം ലോകകപ്പിൽ കളിക്കുന്നത്. അതിനാൽ ഒരു തലമുറ ആരാധകർക്ക് ലോകകപ്പിൽ സ്വന്തം ടീമിനെ നേരിൽ പിന്തുണയ്ക്കാനുള്ള ആദ്യ അവസരമായിരുന്നു ഇത്. ആ ശൂന്യത നികത്താൻ വൈക്കിംഗ് റോയ്ക്ക് കഴിഞ്ഞിരുന്നു. ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന് ശേഷം നോർവേയിലെ താരങ്ങളും ആരാധകർക്കൊപ്പം വൈക്കിംഗ് റോയിൽ പങ്കുചേർന്നു. മാർട്ടിൻ ഒഡെഗാർഡ് ആഘോഷത്തിന് നേതൃത്വം നൽകിയപ്പോൾ എർലിംഗ് ഹാളണ്ടും ആഘോഷത്തിൽ പങ്കുചേർന്നു. ആധുനിക ഫുട്ബോൾ ആരാധക സൃഷ്ടിയാണ് വൈക്കിംഗ് റോ. 2025 നോർവേ ആരാധകനായ ഒലെ ഫ്രോയ്സ്റ്റാഡ് ആണ് നോർവേ ആരാധകർക്ക് വ്യക്തമായൊരു ഐഡന്റിറ്റി സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈ ആഘോഷരീതി അവതരിപ്പിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.